ലവ് യു ലൈഫ് എവറിബഡി. ഹലോ. എൻ്റെ ഫസ്റ്റ് കൊറിയൻ ഡ്രാമ, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു കൊറിയൻ വേൾഡിലോട്ട് കാലെടുത്ത് വെക്കണേന്ന് പറയുന്നത് 2013 അത്യാവശ്യം നല്ല പ്രായമുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പം ചിലരെങ്കിലും ചിലവർ ഓക്കെ അതല്ലല്ലോ. അപ്പം എന്താ പറയണേ, അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുമായിരിക്കും, ഓക്കെ അപ്പം ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കും ഫസ്റ്റ് ഡ്രാമ, പിന്നെ ലീമിനോ ആയിരിക്കും ഫസ്റ്റ് ക്രഷ്. തെറ്റി. ഞാൻ ആദ്യമായിട്ട് കണ്ട ഡ്രാമ പ്ലേഫുൾ കിസ്സാണ്. അയ്യോ എൻ്റെ ദൈവമിൽ, കിം ഹ്യുൻ ജോ അല്ലേ, അടിപൊളി. ഞാൻ ഭയങ്കര അഡിക്റ്റായി, ഒന്നും പറയാനില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് അത്ര ആക്സസ് ഇല്ലെന്നേ. അപ്പോൾ ആണെങ്കിൽ നമുക്ക് പെൻഡ്രൈവിലൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടിയാലായി ഡ്രാമകളൊക്കെ. അങ്ങനെ കണ്ട സെക്കൻഡ് ഡ്രാമയാണ് ബോയ്സ് ഓഫ് ഫ്ലവേഴ്സ്. പിന്നെ ലീമിനോയും കൂടെ കൂട്ടി. പിന്നെ ആണെങ്കിൽ ഈ കിം ഹ്യുൻ ജോ പ്ലേഫുൾ കിസ്സിലെ ഹീറോയ്ക്ക് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, SSO5 എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് K-pop ബാൻഡ്. അതിൻ്റെയും കൂടെ ഫാനായിരുന്നു ഞാൻ. പിന്നീട് ഞാൻ എൻ്റെ K-pop അല്ലെങ്കിൽ കൊറിയൻ ജേർണി കണ്ടിന്യൂ ചെയ്തു. K-pop എന്നല്ല, K-drama ജേർണി ഞാൻ കണ്ടിന്യൂ ചെയ്തു. 2025 വന്നിരിക്കണു. ഇപ്പോഴും എന്നും വിടാതെ എല്ലാം കാണാറുണ്ട്. പിന്നെ ആണെങ്കിൽ K-pop ജേർണി എന്ന് പറഞ്ഞാൽ പിന്നെ SSO5 അവർ ബാൻഡ് നിർത്തിയപ്പോഴത്തേനും ഞാൻ അത് നിർത്തിയായിരുന്നു. പിന്നെ 2016 ഞാൻ പിന്നൊരു K-pop ബാൻഡിൻ്റെ ഫാനാവുന്നത്. അത് ഞാൻ മേ ബി നെക്സ്റ്റ് വീഡിയോ